പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മളങ്ങ് ക്ഷീണത്തിൻ്റെ അങ്ങേയറ്റം പറ്റും. നമ്മൾ ഓവർവെൽംഡ് ആകും. അതായത് ഏത് ഇമോഷൻ്റെയും അങ്ങേയറ്റം പറ്റുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നൊരു വാക്കാണ് ഓവർവെൽംഡ്. ഈ ഓവർവെൽഡ് എന്നുള്ളത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അങ്ങേയറ്റം സന്തോഷം വരുമ്പോഴും നമുക്ക് പറയാം ഐ വാസ് ഓവർവെൽംഡ് വിത്ത് ജോയ്. എന്നാൽ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് മരിച്ചു പോയിട്ട് ഞാൻ ദുഃഖിക്കുന്ന ആ വികാരത്തിനും പറയാം ഐ വാസ് ഓവർവെൽംഡ് വെൻ ഷി പാസ്ഡ് അവേ. ഞാനിവിടെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. ചില ദിവസം സഹോദരിമാരാണ് നാം എഴുന്നേൽക്കുമ്പോൾ, അല്ലെങ്കിൽ സഹോദരന്മാരായ നാം എഴുന്നേൽക്കുമ്പോൾ തളർന്നു പോകുന്ന പോലെ തോന്നാറില്ലേ? ആത്മീയ വിഷയത്തിലാണെങ്കിലും ലോകത്തിലെ നമ്മുടെ കുടുംബത്തിനകത്തെ വിഷയത്തിലാണെങ്കിലും ഒന്നും ചെയ്യാൻ ഒരു ഉത്സാഹം തോന്നാതെ അങ്ങേയറ്റം നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു ഫീലിംഗ് അങ്ങനെ വരാറില്ലേ? ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ വന്നു. 2-3 പ്രാവശ്യം എൻ്റെ പുറകെ നടന്ന് ഞാൻ കുടിക്കാനെടുക്കാൻ പോയപ്പോഴും എൻ്റെ കൂടെ വന്നു. ഒക്കെ എന്നോട് പറയാം എനിക്കിന്നങ്ങ് കരയാൻ വരുക. എന്താ കാരണമെന്നറിയത്തില്ല. ഞാൻ പറഞ്ഞു കൊടുത്തു, വീട്ടിൽ ചെന്നിട്ട് കുറച്ചേറെ നേരം ഇരുന്ന് ദൈവസന്നിധിയിൽ ദൈവത്തോട് പറഞ്ഞ് അതായത് നമ്മളെ പാരലൈസ് ചെയ്യുന്ന, തളർത്തിക്കളയുന്ന ഫ്രസ്ട്രേഷൻസ് വരും. അത് പലവിധമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് വരാം. ചില ഡിമാൻഡ്സ് മലവെള്ളം പായുന്ന പോലെ നമ്മുടെ മേലോട്ട് ചിലപ്പം വന്നിരിക്കും. ചില ആൾക്കാർ, ചില സ്വഭാവങ്ങൾ, ചില കമ്മിറ്റ്മെൻറ്റ്സ്, ഇതെല്ലാം മാസീവായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ നാം ഓവർവെൽംഡ് ആയി പോകും. അപ്പോൾ നാം അങ്ങേ അറ്റം പറ്റിപ്പോവുക, തളർന്ന് എന്തോ ചെയ്യും? The first thing we need to do is cry out to God. ഇന്നൽപ്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനം 61-1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, 4 വാക്യം ഞാനങ്ങ് പറയട്ടെ. Psalm 61 verses 1-4. ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. എനിക്ക് അത്യുന്നതമായ പാറയിലേക്ക് എന്നെ നടത്തണമേ. നീ എനിക്കൊരു സങ്കേതവും ശത്രുവിൻ്റെ നേരെ ഉറപ്പുള്ള ഗോപുരവും ആയിരിക്കുന്നുവല്ലോ. ഞാൻ നിൻ്റെ കൂടാരത്തിൽ എന്നേക്കും വസിക്കും. നിൻ്റെ ചിറകിൻ മറവിൽ ഞാൻ ശരണം പ്രാപിക്കും. കണ്ടില്ലേ? ഇങ്ങനെയുള്ള സർക്കംസ്റ്റൻസ്, സാഹചര്യം വരുമ്പോൾ ആ സാഹചര്യത്തെ ഒന്ന് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ പ്രാർത്ഥന ഏറ്റവും ആവശ്യമാണ്. നമ്മുടെ ദൈവത്തിൻ്റെ എത്രയോ വലിയ കൃപ നമുക്ക് ആസ്വദിക്കാൻ അവൻ തന്നിട്ടുണ്ട്. അവൻ്റെ എല്ലാ വഴികളും ശ്രേഷ്ഠമേറിയ വഴികളാണ്. ആ വഴിയിൽ നടത്താൻ വേണ്ടി അവൻ നമ്മെ ശ്രദ്ധിക്കുന്നുണ്ട്. സ്നേഹത്തോടെ അറ്റൻറ്റീവായിട്ട് ഇരിക്കുക. നാം എന്താ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നതെന്നോർത്ത്. ദൈവമക്കളെ, ഇത്രയും ശക്തനായ, അത്യുന്നതനായ ഒരു ദൈവം നമുക്കുള്ളപ്പോൾ ഒരു മല പോലെയുള്ള സ്ട്രെസ്സ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും അതിൽ നിന്ന് ഒരു റിലീഫ് പ്രാപിക്കാൻ നമുക്ക് കഴിയും. എന്നാൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ പലപ്പോഴും നമ്മൾ ചില ഡിസ്ട്രക്റ്റീവ് മിസ്റ്റേക്സ് ഉണ്ടാക്കും. നമ്മളുണ്ടാക്കുന്ന തെറ്റ് നമ്മളെ നാശത്തിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്നത്. അതായത് നാം ഭ്രാന്ത് പിടിച്ചുകൊണ്ട് ആയിത്തീരും. അതായത് നമ്മുടെ ആ വികാരമുണ്ടല്ലോ, ആ വികാരത്തിൻ്റെ തള്ളൽ, ആ ഇമോഷൻസ് നമ്മെ പരിഭ്രാന്തരാക്കും. അപ്പോൾ പുറത്തു വരുന്നത് എന്തുവാ? ആങ്കർ, ദേഷ്യം, ഇംപേഷ്യൻസ് എല്ലാം കൂടെ വന്നിട്ട് ഒരിക്കലും നമുക്ക് റിപ്പയർ ചെയ്യാൻ കഴിയാത്ത, നന്നാക്കി എടുക്കാൻ പറ്റാത്തതുപോലെയുള്ള ചില ബന്ധത്തിലേക്ക് അത് വഴി നയിക്കും. നാം തന്നെ പിന്നീട് ഇരുന്നോർക്കുമ്പോൾ പറയുമായിരിക്കും, അയ്യോ, ഞാൻ അങ്ങനെ സംസാരിക്കണ്ടായിരുന്നു,
കാരണം നമ്മുടെ ശരീരത്തിൻ്റെ ക്ഷീണം അത് നമ്മുടെ മനസ്സിൻ്റെ ക്ഷീണമാകും. ആ മനസ്സിൻ്റെ ക്ഷീണം നമ്മുടെ ആത്മാവിനെയും ക്ഷീണിപ്പിക്കും. ദൈവമക്കളെ, അങ്ങനെ നാം ഓവർവെൽംഡായി പോകുമ്പോൾ ഞാൻ പറയട്ടെ, നിനക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന അല്ലെ നിന്നെ ദണ്ണിപ്പിക്കുന്ന കാരണം എന്താണെങ്കിലും ആ കാരണത്തെ നോക്കാതെ അവിടുന്ന് നിൻ്റെ ദൃഷ്ടി അങ്ങ് മാറ്റ്. നിൻ്റെ സാഹചര്യത്തിൽ നിന്ന് നീ നിൻ്റെ കണ്ണങ്ങ് മാറ്റ്. നീ എന്നിട്ട് നിൻ്റെ നോട്ടം, നിൻ്റെ ചിന്ത ആരിലേക്ക് തിരിക്കണമെന്നറിയാവോ? നിന്നെ സഹായിക്കാൻ പറ്റുന്ന ഒരേ ഒരാളിലേക്ക്. അതാരാ? നമ്മുടെ യേശു കർത്താവ്. അവൻ്റെ സാന്നിധ്യം പോലെ ഏറ്റവും സുരക്ഷിതമുള്ള, സേഫായിട്ടുള്ള, സമാധാനം നൽകുന്ന ഒരു സ്ഥലം വേറെയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എബൈഡ് ഇൻ ഗോഡ് ആൻഡ് വിത്ത് ഗോഡ്. അത്രയും ശ്രേഷ്ഠമായൊരനുഭവം വേറെയില്ല കേട്ടോ. അവൻ്റെ ആ പ്രസൻസ് നാം എൻജോയ് ചെയ്യുമ്പോൾ, അവൻ്റെ വാക്കുകൾക്കകത്തെ, തിരുവചനത്തിനകത്തെ ആ സുരക്ഷിതത്വം നാം എൻജോയ് ചെയ്യുമ്പോൾ, ഞാൻ പറയട്ടെ, നമ്മെ പൊള്ളിച്ച് ചൂടേൽപ്പിച്ച് കണ്ണ് മഞ്ഞളിപ്പിച്ചു കൊണ്ടിരുന്ന ആ സകല സംഗതികളും അങ്ങ് ഡിമ്മാകും. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മെ ഓവർഷാഡോ ചെയ്യുമ്പോൾ എല്ലാ ദുഃഖകരമായ കാര്യങ്ങളും നമ്മിൽ നിന്ന് മാറിപ്പോയിട്ട് നമുക്ക് സമാധാനം അനുഭവിപ്പാൻ കഴിയും. നാം ഒരിക്കലും ഒരു ഡെസ്പറേറ്റ് വ്യക്തിയായി മാറത്തില്ല. നമ്മൾ ആഗ്രഹിച്ച, നാം സ്വപ്നം കണ്ട ഒരു നല്ല ജീവിതത്തിലേക്ക് നമ്മെ കരം പിടിച്ചുയർത്തുവാൻ കഴിയുന്ന വലിയവനായ ദൈവം കുഞ്ഞെ നിന്നെ സഹായിക്കും. ഓരോ ദിവസവും നമ്മൾ നോക്കുമ്പോൾ, ഓരോ ഡെയിലി ലിവിങ്ങിലും നമ്മൾ അനേക ഡിമാൻഡ്സിനെ ഫേസ് ചെയ്തുകൊണ്ട് എഴുന്നേൽക്കുന്നത്. എന്നാൽ അങ്ങനെയുള്ള സകല ഡിമാൻഡ്സും ഫേസ് ചെയ്യുവാൻ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മെ സഹായിക്കും. അവൻ്റെ വാക്ക്, ശക്തിയേറിയ വാക്കുകൾ നമ്മെ ശക്തിയോടെ തന്നെ ഷീൽഡ് ചെയ്യും, പ്രൊട്ടക്റ്റ് ചെയ്യും. ജീവിതത്തിൻ്റെ സ്ട്രെസ്സുകളുടെ ആ റാപ്പിഡ് ഫയർ ഉണ്ടല്ലോ, നമ്മെ കത്തിച്ച് കളയുന്ന ഒരനുഭവം, അത് നമ്മുടെ ജീവിതത്തിൽ പിന്നെ ഉണ്ടാകത്തില്ല. പ്രാർത്ഥന വളരെ വൈസായിട്ട് നാം കൈകാര്യം ചെയ്യണം. പ്രാർത്ഥന നമ്മെ സഹായിക്കും. ദൈവവചനം നമ്മെ സഹായിക്കും. ഏതാണ് നിത്യമായതെന്ന് അത് നമുക്ക് മനസ്സിലാക്കി തരും. ദൈവവേദലേ, ഞാൻ പറയട്ടെ, അടുത്ത പ്രാവശ്യം നീ എപ്പോഴെങ്കിലും ഓവർവെൽംഡായി പോകുമ്പോൾ, ഓവർവെൽഡ് എന്നുള്ളതിന് പറ്റിയൊരു മലയാളം വാക്ക് എനിക്കറിയില്ല, അതായത് വികാരത്തിൻ്റെ അങ്ങേയറ്റം പറ്റുമ്പോൾ നീ ആ വിഷയത്തിലങ്ങ് നിമഗ്ധയായി തീരുമ്പോൾ, അത് പോസിറ്റീവ് ആസ്പെക്റ്റിലാകും നെഗറ്റീവ് ആസ്പെക്റ്റിലാകും കേട്ടോ. അങ്ങനെ അങ്ങായി പോകുന്ന സാഹചര്യത്തിൽ ഓട് കുഞ്ഞെ, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ഓട്. ആൻഡ് ഓൾ ദാറ്റ് ഹീസ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന ഈ ലോകത്തിൽ നിന്ന് ഒരു ബ്രേക്ക് എടുക്കുക. എന്നിട്ട് നമ്മുടെ ഹൃദയം കർത്താവിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കുക. അവൻ ആ ഹൃദയത്തെ തണുപ്പിക്കും. നീരുറവ പോൽ സമാധാനമോ എന്നൊരു പാട്ടുണ്ട്. പ്രേസ് ഗോഡ്. സമാധാനം നമുക്ക് കാണാൻ പറ്റാത്ത അവസരങ്ങളിലും, സമാധാനം ലഭിക്കാൻ നമുക്ക് ചാൻസ് ഇല്ലാത്ത അവസ്ഥകളിലും നാം കർത്താവിൽ ആശ്രയിച്ചാൽ, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ, ദൈവവചനത്തെ ശ്രദ്ധിച്ചാൽ, തീർച്ചയായും അവൻ നമ്മെ ഈ സ്ട്രെസ്സിൽ നിന്ന് ഓവർകം ചെയ്യുവാൻ തക്കവണ്ണം ഇടയാക്കും. അങ്ങനെ അതനുഭവിച്ചു കഴിഞ്ഞാൽ നാം അതിന് നന്ദിയുള്ളവരായി ദൈവത്തിൻ്റെ സന്നിധിയിൽ സന്തോഷത്തോടെ പിന്നീട് ജീവിക്കുകയും നമ്മുടെ ജീവിതാനുഭവങ്ങൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്ത് അനേകരെ ബലപ്പെടുത്തുവാനും ഇടയാകണം. നാം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുമെന്നേ. എങ്ങനെയാണ്? ദൈവത്താൽ. ആരാ? ദൈവത്തെ അനുസരിക്കുന്നൊരു വ്യക്തി. കണ്ണടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നീ സ്വർഗീയ ശില്പിയാണ്. ഞങ്ങളെ നിർമ്മിച്ചവൻ നീയാണ്.
ഇറ്റേണൽ ജോയ്, ഇറ്റേണൽ പീസ്, ഇതെല്ലാം ഞങ്ങൾ അനുഭവിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ പാത പിൻപറ്റി നിന്നിൽ വസിച്ച് നിൻ്റെ വചനത്തിൽ വസിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന ഘടന സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ലോർഡ്. ഗോഡ് ബ്ലെസ് യു.